പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അന്ന് ഏറെ വൈകിയാണ് അഭി അനന്തപുരിയിലേക്ക് എത്തിയത്. അതുപോലെ നവ്യ അഭിയെ കാത്തു നിൽക്കുകയായിരുന്നു. വളരെ അവശനും ക്ഷീണിതനുമായിട്ടാണ് അഭി അന്ന് വന്നത്. ആ സമയം നവ്യ അഭിയോട് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും നേരത്തെ വന്നൂടെ? എന്നാൽ അഭിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ അഭി മുകളിലോട്ട് പോകുന്ന സമയത്ത് അഭിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയും അങ്ങനെ അഭി വീഴാൻ പോവുകയും ചെയ്യുന്നുണ്ട്. നവ്യക്ക് വയ്യെങ്കിലും നവ്യ അവനെ താങ്ങി പിടിക്കുന്നുണ്ട്. നീ എന്നെ പിടിക്കുന്നു വേണ്ട, എനിക്കറിയാൻ പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് അഭി മെല്ലെ മെല്ലെ മുകളിലോട്ട് പോകുന്നുണ്ട്. എന്താ നിനക്ക് സുഖമില്ലേ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭി മെല്ലെ മെല്ലെ മുകളിലോട്ട് പോവുകയാണ്. ഞാൻ പിടിക്കാം, എന്താ സുഖമില്ലാത്തതുപോലെ എന്നൊക്കെ നവ്യ പറയുമ്പോൾ അഭി തിരിച്ച് മറുപടി ഒന്നും പറയാതെ ആകെ ക്ഷീണിതനായി ആ ബെഡിൽ പോയി കിടക്കുകയാണ്. അങ്ങനെ അഭി അവിടെ കിടക്കുമ്പോൾ നവ്യ കുറച്ച് വെള്ളവുമായിട്ട് വരികയാണ്. ഇത് കുടിച്ചിട്ട് കിടക്കുക എന്നൊക്കെ പറയുകയാണ്. ആ സമയം അഭി ബെഡിൽ നിന്ന് പതുക്കെ എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ കയ്യിൽ നിന്ന് ആ വെള്ളം വാങ്ങി കുടിക്കുകയാണ്. ആ സമയത്താണ് നവ്യ ശ്രദ്ധിച്ചത് അഭിയുടെ മേലാകെ പരിക്ക് പറ്റിയിരിക്കുന്നു. ആരോ അടിച്ചതുപോലെ മേലാകെ ഫുൾ പരുക്കാണ്. അഭി എന്തു പറ്റി, ആരാണ് അഭിയെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. എന്നെ ആരും തല്ലിയില്ല എന്ന് പറഞ്ഞ് അഭി തിരിഞ്ഞു കിടക്കുകയാണ്. ആ സമയം നവ്യ ചിന്തിക്കുന്നുണ്ട്, അഭിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ആരും അഭിയെ അടിച്ചിട്ടുണ്ട്, എന്തായാലും അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അഭിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അഭി ഉറങ്ങി പോവുകയാണ്. ആ സമയം അഭിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് അഭിയുടെ കൂട്ടുകാരനാണ്. അങ്ങനെ നവ്യ ഫോൺ എടുക്കുകയാണ്. ആ സമയം അയാൾ ചോദിക്കുന്നുണ്ട്, അഭി നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ആ പോലീസുകാരെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ, അയാൾ നിന്നെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ആ സമയം നവ്യ പ്രതികരിക്കുകയാണ്, ആരാണ് അഭിയെ തല്ലിയത്? അയ്യോ, ഇത് നവ്യയായിരുന്നോ? ഞാൻ വിചാരിച്ചു അഭി ആയിരിക്കുമെന്ന്. അഭി എവിടെ പോയി? അഭി ഉറങ്ങിയെന്ന് നവ്യ മറുപടി പറയുന്നുണ്ട്. എന്താണ് അഭിക്ക് പറ്റിയത്? മേലാകെ പരിക്കുകളൊക്കെ ആയിട്ട് വളരെ അവശനായിട്ടാണ് അവൻ വീട്ടിലേക്ക് വന്നത്. അവൻ കുടിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആദ്യം സംശയിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അവൻ കുടിച്ചിട്ടില്ല. അതെന്തെന്ന് വെച്ചാൽ അവനെ പോലീസുകാരൻ തല്ലി. ഇതിനു മുമ്പ് ഒരിക്കൽ ഞങ്ങൾ അയാൾക്കിട്ടൊന്ന് കൊടുത്തിരുന്നു. ആ ദേഷ്യം അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. അവസരം കിട്ടിയപ്പോൾ അവനിട്ട് കണക്കിന് കൊടുത്തു. ഇത് കേട്ടപ്പോൾ നവ്യയ്ക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് നവ്യ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ നവ്യ സങ്കടത്തോട് കൂടി അഭിയെ നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെയായാലും നീ എന്നെ എത്ര വെറുത്താലും നിന്നെ ആരെങ്കിലും തല്ലി ചതയ്ക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നവ്യ സങ്കടപ്പെടുകയാണ്. അങ്ങനെ നവ്യ അഭിയുടെ മേലൊക്കെ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ അഭി ഉണർന്നു നോക്കുമ്പോൾ അഭിയുടെ മേലൊക്കെ മരുന്ന് വെച്ച് കിട്ടിയിരിക്കുന്നു. വേദനയ്ക്കെല്ലാം നല്ല ആക്കമുണ്ട്. അങ്ങനെ താഴോട്ട് നോക്കുന്ന സമയത്ത് നവ്യ താഴെ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ ആ സമയം അഭി ചിന്തിക്കുന്നുണ്ട്, ഇനി ഇവളായിരിക്കുമോ എനിക്ക് മരുന്ന് വെച്ച് കെട്ടി തന്നിരിക്കുക? അങ്ങനെ നവ്യയെ നോക്കിക്കൊണ്ട് അഭി ബാത്റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ആ സമയത്ത് അഭി അവിടെ താഴെ വീഴുകയാണ്. ആ സമയം നവ്യ ചാടി എഴുന്നേറ്റുകൊണ്ട് പറയുന്നുണ്ട്, അഭി എന്താണ് പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭി എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയം നവ്യ പറയുന്നുണ്ട്, വയ്യെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കേണ്ട. അങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്, അഭി നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? എഴുന്നേൽക്കുമ്പോഴേക്കും നീ ഇങ്ങനെ വീഴുകയാണ്, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാം. അതൊന്നും വേണ്ട എന്ന് അഭി മറുപടി പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നവ്യ അഭിക്കുള്ള ചായ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ആ സമയം ജലജ ചോദിക്കുകയാണ്, അല്ല എവിടെ നിന്റെ ഭർത്താവ്? നീ എന്താ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം നവ്യ പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട്, മക്കളെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടി മേടിച്ചു വരും. എന്താണ് ഈ പറയുന്നത്? എൻ്റെ മോനെ അടി കിട്ടിയെന്നോ? അങ്ങനെ ജലജ അഭിയുടെ റൂമിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ആ സമയം അഭി ആകെ വയ്യാതെ കിടക്കുകയാണ്. എന്താ മോനെ, എന്താ പറ്റിയത് എന്നൊക്കെ ജലജ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല അമ്മേ, ഒന്ന് വീണതാണ് എന്നൊക്കെ അഭി കള്ളം പറയുന്നുണ്ട്. ആ സമയം നവ്യ പറയുന്നുണ്ട്, വീണതൊന്നുമല്ല, ഒരു പോലീസുകാരൻ്റെ നേരെ അവൻ കൈ ഉയർത്തി. സന്ദർഭം കിട്ടിയപ്പോൾ ആ പോലീസുകാരൻ തിരിച്ചു കൊടുത്തു. മക്കളെ വളർത്തുമ്പോൾ നന്നായിട്ട് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടും എന്നൊക്കെ നവ്യ പറയുമ്പോൾ ജലജ ആകെ ദേഷ്യത്തോടെ നീ പൊട്ടനാണ്, നീ വിഡ്ഢിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയെ വഴക്ക് പറയുന്നുണ്ട്. ജലജിയുടെ വാക്കുകൾ കേട്ട് നവ്യയ്ക്ക് വല്ലാത്ത വിഷമമാവുന്നുണ്ട്. എന്നിട്ട് അഭിയോട് പറയുകയാണ്, അമ്മ പറഞ്ഞതുപോലെയൊന്നുമല്ല, എൻ്റെ ഭർത്താവ് നല്ല ബുദ്ധിമാനാണ്, അമ്മ വളർത്തിയതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് നവ്യ. അഭി എനിക്കൊന്നും വേണ്ട, അഭി എന്നെ സ്നേഹിച്ചാൽ മാത്രം മതി, അഭിയുടെ എല്ലാ പോരായ്മകൾക്കും കൂടെ നിൽക്കുന്നവളാണ് ഈ നവ്യ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ നവ്യ പറയുമ്പോൾ അതൊന്നും വേണ്ട. അങ്ങനെ നവ്യയുടെ സ്നേഹം അഭി മനസ്സിലാക്കിയാണ്. അഭിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. നിറവയറുമായി നിൽക്കുകയാണ്. എന്നിട്ട് പോലും ഒരു ഇത്തിരി സ്നേഹം പോലും അവൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും പണത്തിനെ മാത്രമാണ് സ്നേഹിച്ചത്. എന്തൊക്കെ വന്നാലും ഒരിക്കലും തൻ്റെ അമ്മ കൂടെ ഉണ്ടാവില്ല, നവ്യ മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം അഭി മനസ്സിലാക്കുകയാണ്. അങ്ങനെ അഭിക്ക് കോഫിയെല്ലാം കൊടുത്ത് താഴോട്ട് വന്ന നവ്യ
നയനിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് നവ്യ തിരികെ വരുമ്പോൾ ആകെ പനിച്ചു കിടക്കുന്ന അബിയെയാണ് കാണുന്നത്. അയ്യോ അബി, നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ, നമുക്ക് ആദർശേട്ടനെ വിളിക്കാം എന്നൊക്കെ നവ്യ പറയുമ്പോൾ അതൊന്നും വേണ്ട നവ്യെ, നീ എൻ്റെ അടുത്തിരുന്നാൽ മതി എന്നൊക്കെ പറയുകയാണ് അബി. അങ്ങനെ നവ്യ അബിക്ക് ഭക്ഷണമെല്ലാം കൊടുക്കുകയും അതിനുശേഷം മരുന്നെല്ലാം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ കെയറിംഗ് എല്ലാം കാണുമ്പോൾ അബി ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഇത്രയും ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ച നവ്യയെ താൻ കൊല്ലാൻ നോക്കിയല്ലോ. തന്നെ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടികളെല്ലാം പണം കണ്ട് മാത്രമായിരുന്നു. നവ്യയും തന്നെ പണത്തിന് വേണ്ടിയായിരിക്കും സ്നേഹിച്ചത് എന്ന് കരുതിപ്പോയി. തനിക്ക് തെറ്റി പറ്റിയല്ലോ എന്നൊക്കെ ഓർത്ത് അബി ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ പനിച്ചു കിടക്കുന്ന അബിയെ നന്നായിട്ട് കെയർ ചെയ്യുകയാണ് നവ്യ. അങ്ങനെ നവ്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അബി ഹോസ്പിറ്റലിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ആദർശ് അബിയോട് പറയുന്നുണ്ട്, അബി നിനക്ക് ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലായില്ലേ നിന്റെ ഭാര്യയുടെ സ്നേഹം? നിനക്ക് പ്രശ്നമുണ്ടായപ്പോൾ നിന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നീ നവ്യയെ നീ മനസ്സിലാക്കണം, നവ്യയെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ആദർശ് പറയുകയാണ്. ആ സമയം അബിയാണെങ്കിൽ ആകെ കുറ്റബോധത്തോടു കൂടി തല താഴ്ത്തുന്നുണ്ട്. അങ്ങനെ ആദർശ് വീണ്ടും പറയുന്നുണ്ട്, 2-3 മാസം കൂടി കഴിഞ്ഞാൽ നീ ഒരു കുട്ടിയുടെ അച്ഛനാണ്. ആ കാര്യം നിനക്ക് ഓർമ്മ വേണം. ഇനിയെങ്കിൽ നവ്യ എന്ന് കെയർ ചെയ്യ് എന്നൊക്കെ ആദർശ് പറയുകയാണ്. അങ്ങനെ അബി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെ അബിയും നവ്യയും നല്ല സ്നേഹത്തിലാവുകയാണ്. ഇതെന്റെ ആത്മാർത്ഥ സ്നേഹമാണ്. പലതവണ ഞാൻ സ്നേഹം അഭിനയിച്ച് നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെന്റെ ആത്മാർത്ഥ സ്നേഹം തന്നെയാണ്. എനിക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇത്രയും കാലം ഞാൻ നല്ല വഴിയിലൂടെയല്ലായിരുന്നു പോയിരുന്നത്. എൻ്റെ അമ്മ ഒരുപാട് വിഷം എൻ്റെ ഉള്ളിൽ നിറച്ചു. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇനി എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി. ഞാൻ ഇനി ഒരു തെറ്റിലേക്കും പോകില്ല എന്നൊക്കെ അബി പറയുമ്പോൾ എന്നാൽ നവ്യയ്ക്കാണെങ്കിൽ അബിയുടെ വാക്കുകൾ ഒട്ടും വിശ്വാസമായില്ല. നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പല തവണ നീ പല കാര്യങ്ങളും പറഞ്ഞ് എന്നെ കബളിപ്പിച്ചിട്ടുണ്ട്. നീ എന്തെങ്കിലും ചതി മുന്നിൽ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ നീ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. എന്നാൽ അബി നവ്യയെ സ്നേഹിക്കുന്നത് കണ്ട് ജലജയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അബിയെ മാറ്റിയെടുത്തേ പറ്റൂ എന്ന് ജലജ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അബിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി പല കള്ളങ്ങളും ജലജ പറയുകയാണ്. ആ സമയം അബി പറയുന്നുണ്ട്, അമ്മയ്ക്കിത് എന്തിൻ്റെ കേടാ? നവ്യയുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുള്ള കാര്യം അമ്മ മറന്നോ? ഇതെന്താടാ, എന്താണ് നിനക്ക് പറ്റിയത്? നിനക്ക് അവൾ എന്തെങ്കിലും കൈവിഷം തന്നോ? ഒരു കൈവിഷവും തന്നിട്ടില്ല. അമ്മയും അവളെയും എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് കൂടെ നിൽക്കുന്നവളാണ് നവ്യ. പക്ഷേ അമ്മയാണെങ്കിൽ ഞാനൊന്നിനെ കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ വഴക്ക് പറയുകയാണ്. പക്ഷെ നവ്യയാണെങ്കിൽ എൻ്റെ കഴിവുകേടുകളൊക്കെ അറിഞ്ഞുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. മോനെ, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ അനന്തപുരിയിൽ മരുമകളായി വാഴാൻ വേണ്ടി മാത്രമാണ്. ആദർശേട്ടനുമായിട്ടായിരുന്നു അവളുടെ വിവാഹം ആദ്യം ഉറപ്പിച്ചത്. പക്ഷേ എന്നോടുള്ള സ്നേഹം കാരണം നവ്യ ആദർശേട്ടൻ്റെ കൂടെയുള്ള ജീവിതം നിരസിച്ചു. അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് എന്നോടുള്ള സ്നേഹം അത്രമാത്രമുണ്ട് എന്നൊക്കെ പറയുകയാണ് അബി. അനിയത്തി ചേച്ചിയും കൂടി എല്ലാവരും മയക്കിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് ജലജ കലിതുള്ളി പോവുകയാണ്. എന്നാൽ നവ്യ അബി പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നവ്യയ്ക്ക് അബിയുടെ വാക്കുകൾ കേട്ട് വല്ലാത്ത സന്തോഷമാവുകയാണ്. നവ്യ അബിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി അബിയുടെ സ്നേഹം. നവ്യ, ഇനി ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അബി നവ്യയെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. അതേസമയം ജലജ ചിന്തിക്കുന്നുണ്ട്, അബിക്ക് ഇപ്പോൾ തന്നെ നവ്യയോട് വല്ലാത്ത സ്നേഹമാണ്. ഇനിയിപ്പോൾ കുഞ്ഞുണ്ടായി പറയുകയും വേണ്ട, ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, എന്നിട്ട് അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് ജലജ. അങ്ങനെ നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ജലജ. അതിനുവേണ്ടി അനാമികയും കൂട്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ജലജയും അനാമികയും ശ്രമിക്കുമ്പോഴെല്ലാം അത് അവർക്ക് തിരിച്ചടിയായി വരികയാണ്. അങ്ങനെ നവ്യയ്ക്ക് കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ കാണാതാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ മോഷ്ടിച്ചത് അബിയാണെന്ന് നവ്യ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അബി നിരപരാധിയാണെന്ന് നവ്യ തിരിച്ചറിയുകയും യഥാർത്ഥ പ്രതിയായ ജലജയെ അബി വെറുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അബിയുടെ സ്വഭാവം നന്നായതോടെ ഓഫീസിൽ നല്ലൊരു പോസ്റ്റ് തന്നെ അബിക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ജലജയ്ക്കാണെങ്കിൽ അബി നവ്യയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല.